നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. എരുമേലി ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എരുമേലി പഞ്ചായത്ത് വക ഇരുനില കെട്ടിടത്തിലുള്ള വ്യാപാര സമുച്ചയത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച് പരിശോധന പൂർത്തിയാക്കി. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കോട്ടയം RDOയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. കെട്ടിടത്തിൽ അപാകതകൾ ഏറെയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിശദമായ റിപ്പോർട്ട് RDOയ്ക്ക് നൽകുന്നതോടെ കെട്ടിടം പൊളിക്കണോ, കെട്ടിടത്തിലെ സർക്കാർ ഓഫീസുകളും കടമുറികളും ഒഴിപ്പിക്കണമോ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമാകും. അറ്റകുറ്റപ്പണികളിൽ സംഭവിച്ച അപാകതകളാണ് കെട്ടിടം അപകടത്തിലാക്കിയതെന്നാണ് പ്രധാന ആക്ഷേപം. കെട്ടിടം റൂഫ് ചെയ്തപ്പോൾ പ്രവേശന ഭാഗമായ 2 വശങ്ങളിലെ പടിക്കെട്ടുകളുടെ മുകളിലെ മേൽക്കൂരയിൽ റൂഫ് ചെയ്തിരുന്നില്ല. ഇതോടെയാണ് ചോർച്ച വീണ്ടും ഉണ്ടായതെന്ന് കെട്ടിടത്തിലെ വ്യാപാരികൾ പറയുന്നു. 6 ലക്ഷം രൂപ ചെലവിട്ടാണ് മേൽക്കൂര റൂഫ് ചെയ്തത്. മേൽക്കൂരയുടെ അടിയിൽ പ്ലാസ്റ്ററിംഗ് നടത്തി പെയിന്റും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാമത്തെ നിലയിൽ കോൺക്രീറ്റ് മേൽക്കൂരയിലും ഭിത്തിയിലുമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആൽമരത്തിന്റെ തൈയും വേരുകളും മുറിച്ചു മാറ്റിയിരുന്നില്ല. ഇത് വളർന്ന് വേരിറങ്ങി കെട്ടിടത്തിന് ബലക്ഷയം നേരിട്ടെന്നാണ് ആക്ഷേപം. ഇക്കാര്യം പണികൾ നടക്കുമ്പോൾ തന്നെ കരാറുകാരനെയും ഭരണസമിതിയെയും വ്യാപാരികൾ അറിയിച്ചിരുന്നെങ്കിലും ആരും ഗൗനിച്ചില്ല. കെട്ടിടത്തിൽ നിലവിൽ ചോർച്ചയുണ്ട്. മേൽക്കൂരയിൽ ചില ഭാഗങ്ങളിൽ കമ്പികൾ ദ്രവിച്ച നിലയിലാണ്. മേൽക്കൂരയിലെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ചിലയിടങ്ങളിൽ അടർന്നു വീഴുന്നുണ്ട്. രണ്ടാമത്തെ നിലയിൽ വില്ലേജ് ഓഫീസ്, ലൈബ്രറി, പൊതുമരാമത്ത് സെക്ഷൻ ഓഫീസ് എന്നിവയും താഴത്തെ നിലയിൽ കടമുറികളും പൊതു ശൗചാലയവുമാണ് ഉള്ളത്. കെട്ടിടം പൊളിച്ചു മാറ്റണോ, അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷിതമാക്കാനാകുമോ എന്നതാണ് ജനം കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിക്കുന്നു. 500 കടന്ന് വില. പകരക്കാരനെ തെരഞ്ഞ് മലയാളികൾ. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഉയരുകയാണ്. വലിയ ആശങ്കയാണ് ഇത് സൃഷ്ടിക്കുന്നത്. തിരുവനന്തപുരത്ത് ബ്രാൻഡഡ് വെളിച്ചെണ്ണയുടെ ചില്ലറ വിൽപ്പന വില 564 രൂപ മുതൽ 592 രൂപ വരെ ആയിരിക്കുകയാണ്. പരമാവധി വിൽപ്പന വിലയായി 675 രൂപയാണ് മിക്ക ബ്രാൻഡുകളും കവറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രാൻഡഡ് വെർജിൻ വെളിച്ചെണ്ണയുടെ വില 700 രൂപ മുതൽ 850 രൂപ വരെയാണ്. വെളിച്ചെണ്ണ വില ഉയർന്നപ്പോൾ മറ്റ് പാചക എണ്ണകളുടെ വിലയും അല്പം ഉയർന്നിട്ടുണ്ട്. ബ്രാൻഡഡ് റൈസ് ബ്രാൻഡ് ഓയിൽ ലിറ്ററിന് 157 മുതൽ 185 രൂപ വരെ വില ഉയർന്നു. ബ്രാൻഡഡ് സൺഫ്ലവർ ഓയിലിന് ലിറ്ററിന് 165 രൂപ മുതൽ 195 രൂപ വരെയാണ് വില. നല്ലെണ്ണയ്ക്ക് ലിറ്ററിന് 390 രൂപ മുതൽ 450 രൂപ വരെയും വിലയായി. സർക്കാർ ഇടപെടുമെന്ന മന്ത്രിമാരുടെ വാഗ്ദാനങ്ങൾക്കിടയിലും കുതിച്ചുയരുകയാണ് വെളിച്ചെണ്ണ വില. ലിറ്ററിന് 500 കടന്നതോടെ പലരും വെളിച്ചെണ്ണയ്ക്ക് പകരക്കാരനെ തെരഞ്ഞു തുടങ്ങി. കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെത്തുന്നവർക്ക് നിരാശയാണ് ബലം. സപ്ലൈകോയിൽ വെളിച്ചെണ്ണ വന്നിട്ട് മാസങ്ങളായി. ഓണക്കാലമാകുമ്പോഴെങ്കിലും സർക്കാർ ഇടപെട്ട് വില കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളീയർ. പപ്പടം മുതൽ എല്ലാത്തിനും വെളിച്ചെണ്ണ തന്നെ വേണം. വില കുറഞ്ഞില്ലെങ്കിൽ ഓണമുണ്ണാൻ മലയാളികൾ പാടുപെടും. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ജയിൽവാസം തുടർന്നാൽ കേരള ക്രൈസ്തവ ജനത ഡൽഹിയിൽ പാർലമെൻറ്റിന് മുൻപിൽ ഉടൻ ഒരുമിക്കുമെന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഛത്തീസ്ഗഡിൽ ജയിൽവാസം അനുഭവിക്കുന്ന സമർപ്പിത സഹോദരികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭരണങ്ങാനത്ത് നടത്തിയ പ്രാർത്ഥനാ യജ്ഞത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ മുഖ്യ വികാരി ജനറൽ വികാരി മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, ഭരണങ്ങാനം ഫൊറോന വികാരി ഫാദർ സഖറിയാസ് സട്ടപ്പാട്ട് എന്നിവർ സംസാരിച്ചു. പാലാ രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, ഷംസാബാദ് ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പിൽ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് മാലെപ്പറമ്പിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസിഞ്ഞോർ ജോസഫ് കണിയൊടിക്കൽ, അൽഫോൻസ തീർത്ഥാടന റെക്ടർ ഫാദർ അബ്രഹാം പാലക്കപ്പറമ്പിൽ, വിവിധ ഫൊറോന വികാരിമാർ, രൂപതയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ ഐക്യദാർഢ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകി. രൂപതയിലെ 170 ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ, വികാരിമാർ, വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരും സമർപ്പിതരും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. സ്വർഗത്തിൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഒരു ഭരണകൂടത്തെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് പൗരന്മാരുടെ ദൗർഭാഗ്യമാണ്. എത്രയോ തവണ നമ്മുടെ ഭരണഘടന കീറി മുറിക്കപ്പെട്ടു. ഇത്രമാത്രം സർജറികൾക്ക് വിധേയമായ ഒരു ഭരണഘടന കാണുകയില്ല. അതതിൻ്റെ യുണീക്ക്നെസ് കൊണ്ടാണ്. വിട്ടുകളയാൻ പാടില്ലാത്ത മൂല്യങ്ങളെ അത് സംഭരിച്ച് വയ്ക്കുന്നത് കൊണ്ടാണ്. ആർട്ടിക്കിൾ 25 നൽകുന്ന മതസ്വാതന്ത്ര്യം ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ആണിക്കല്ലാണ്. ഇന്ത്യൻ സെക്യുലറിസം കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസമാണ്. അതൊരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റാണ്. അതിലെല്ലാ മതവിഭാഗങ്ങളും എല്ലാ ഭാഷാ വിഭാഗങ്ങളും ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. Constitution guarantees the fundamental right to freedom of religion. It encompasses various aspects related to freedom to profess, practice and to propagate faith and religion. നമുക്ക് നല്ല നിശ്ചയമുണ്ട് എല്ലാവർക്കും. സഭ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിൽ, പാർട്ടി പൊളിറ്റിക്സിൽ ഒരിക്കലും ഇടപെടുന്നില്ല. എന്നാൽ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. രാഷ്ട്രീയക്കാരാകാതെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രത്തെയും പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നമുക്ക് ഉള്ളത്. ഇന്ത്യ എന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന നിലപാട് വ്യക്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയത്തെ നമ്മൾ ഇതുപോലെ കാണുന്നത്. മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണ്. നമുക്ക് ഈ രാജ്യത്തെ ഏതൊരു പൗരനും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശമാണത്. ഒരു തീവ്രവാദ സ്വഭാവത്തിനും കീഴ്പ്പെടാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഇന്ത്യ, ഭാരതം എന്ന ആശയത്തെയും ഇന്ത്യ എന്ന ആഴത്തെയും നമ്മൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ്. ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയിൽ ഏറ്റവും നല്ല സംഭാവന നൽകുന്ന ആളുകളാണ് ഈശോയുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും. ഛത്തീസ്ഗഡിൽ തടങ്കലിൽ വച്ചിരിക്കുന്ന 2 മലയാളി കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൂഞ്ഞാർ തെക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരികൾ കത്തിച്ചുപിടിച്ച് പ്രതിഷേധ സമരജ്വാല നടത്തി. കേരളത്തിൽ ക്രിസ്ത്യൻ സ്നേഹം കപടമായി പ്രകടിപ്പിച്ചുകൊണ്ട് കിരീടവും കേക്കുമായി നടക്കുന്ന BJP വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിനും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പീഡിപ്പിക്കുകയും ജയിലിൽ ഇടുകയുമാണെന്ന് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ജോയ് നിരപ്പേൽ CMI പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോജി തോമസ് മുതിരന്തിക്കൽ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ പ്രസാദ് കുരുവിള, ജോർജ് സെബാസ്റ്റ്യൻ, അജിത് കുമാർ നെല്ലിക്കച്ചാലിൽ, ടോമി മാടപ്പള്ളി, അപ്പച്ചൻ
ബജറംഗദൾ പ്രവർത്തകരെ വരുത്തി ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഉടനെ പോലീസ് എത്തി ഈ സിസ്റ്റേഴ്സിനെ യാതൊരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്യുകയാണ്. തീർത്തും വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഭരണഘടനയില് മാറ്റം വേണമെന്ന് RSS വാദിക്കുന്നത് ഈ അവസരത്തില് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. സോഷ്യലിസം, മതേതരത്വം എന്നിവ ഒഴിവാക്കണമെന്ന് അവര് ആവശ്യപ്പെടുന്നു. ഛത്തീസ്ഗഡ് പോലെയുള്ള സംഭവങ്ങളും ഇതുപോലെയുള്ള പ്രസ്താവനകളും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അപകടത്തിലാകുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടും കൂടി വായിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ബോധ്യമാകും. ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ്. അത് തടയാൻ ആർക്കും സാധ്യമല്ല. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിള് 18 25 മുതൽ 28 വരെയും നമുക്കറിയാം സ്വാതന്ത്ര്യത്തെ കുറിച്ച് എത്രനായിട്ട് പ്രതിപാദിക്കുന്നു. ഈ സിസ്റ്റേഴ്സിന്റെ അകത്ത് എന്തുകൊണ്ട് നടന്നു? ഇത് അനീതിയാണ്. നാടും വീടും വിട്ട് വടക്കേ ഇന്ത്യയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ പോയി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വേണ്ടി അക്ഷീണം അനീതിയാണ്. അവര് ഈ പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുകയാണ്. ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും 6 ദിവസമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിലും സെക്ഷൻ കോടതിയിലും ജാമ്യം നിഷേധിക്കുകയും ചെയ്തതിൽ തലയോലപ്പറമ്പിൽ പ്രതിഷേധം. അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതി കലയത്തുകുന്ന് സെന്റ് ആന്റണീസ് പള്ളിയുടെയും പൊതി സെന്റ് മൈക്കിൾസ് പള്ളിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൗനജാഥയും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പോൾ കോട്ടയ്ക്കൽ, സെന്റ് മൈക്കിൾസ് പള്ളി പ്രതിനിധി പീറ്റർ തറപ്പേൽ എന്നിവർ പ്രസംഗിച്ചു. AK ജോർജ് ആറാക്കൽ, AU ടോമി ആറാക്കൽ തുടങ്ങിയവരും നൂറുകണക്കിന് ആളുകളും പങ്കെടുത്തു. നമ്മുടെ ഭരണകർത്താക്കള് നിഷ്പക്ഷമായി നിർഭയമായി നീതി നടപ്പാക്കുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ഇന്ന് കുറ്റവാളികളുടെ എണ്ണം കുറയുവാനും സുരക്ഷിതമായിട്ട് മനുഷ്യർക്ക്, പൗരന്മാർക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനും അവസരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുവാനായിട്ട് ഭരണകർത്താക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറ്റവാളികളല്ല എന്ന് സമൂഹം മുഴുവൻ പറയുന്ന ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. അതുപോലെ തന്നെ മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതത്വം ഉണ്ടാകണം. അവർക്ക് നീതി ലഭിക്കുവാനും അവരെ കുറ്റവിമുക്തരായിട്ട് അവരെ കർമ്മരംഗങ്ങളിലേക്ക് തിരിച്ചു പോകുവാനുള്ള അവസരം ഏറ്റവും വേഗത്തിൽ ഉണ്ടാകണമെന്ന് ഈ സമൂഹത്തിന്റെ പേരിൽ ഇവിടുത്തെ എല്ലാ ഭരണകർത്താക്കളോടും നിയമ സംവിധാനങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കടുത്തുരുത്തി ടൗൺ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ വെള്ളൂർ ഭവൻസ് ന്യൂസ് പ്രിന്റ് വിദ്യാലയത്തിൽ ലഹരി ഉപയോഗവും അതിൻ്റെ അനന്തരഫലവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. റോട്ടറി പ്രസിഡന്റ് ജോർജ് ജി മുരിക്കൻ്റെ അധ്യക്ഷതയിൽ കോട്ടയം ജില്ലാ ലീഗൽ സെൽ സബ് ഇൻസ്പെക്ടർ MS ഗോപകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീദേവി A, അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ബിനു C നായർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ്,
തോമസ് കുഴിവേലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്യാമ്പ് അവലോകനവും സംശയ നിവാരണവും നടന്നു. റോട്ടേറിയന്മാരായ ബേബി MU, ജോയ് മാത്യു, ജോമൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. സുപ്പീരിയർ കോടതികൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതികൾ, സുപ്പീരിയർ കോടതി, സുപ്രീം കോടതിയുടെ പേര് എന്താണ്? അപ്പെക്സ് കോർട്ട്. ഇത് അക്കാഡമിക് യൂണിവേഴ്സിറ്റി പറയുന്നതാണ്, മനസ്സിലാക്കിക്കോളുക. അതിന് താഴെ വരുന്ന കാര്യങ്ങളാണ് എന്താണ്? ട്രയൽ കോടതികൾ. അതിന് താഴെ വരുന്ന കോടതികളാണ് ട്രയൽ കോടതികൾ. ട്രയൽ കോടതികൾ എന്ന് പറഞ്ഞാൽ വിചാരണ, കേസ് വിചാരണ നടക്കുകയല്ലേ? നമ്മളൊരു പ്രതിയെ പിടിച്ച്, പോലീസ് ഒരു പ്രതിയെ പിടിച്ച് നേരെ സ്റ്റേഷനിൽ കൊണ്ട് അറസ്റ്റ് ചെയ്ത് അയാളെതിരെ കേസെടുത്ത് അന്വേഷണത്തിന് കുറ്റപത്രം കോടതി കൊടുത്തു കഴിയുമ്പോൾ അയാൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്ന് സ്ഥാപിക്കുന്ന ആരാണ്? കോടതിയാണ് സ്ഥാപിക്കുന്നത്. വെരി ഗുഡ്, നല്ല കൈയടി കൊടുത്തത്. കോടതിയാണ് ഇങ്ങനെ സ്ഥാപിക്കുന്നത്, അല്ലേ? കുറ്റക്കാരനെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. അല്ലെങ്കിലോ വെറുതെ വിടും. വെറുതെ വിടുന്നെങ്കിൽ എന്തിനാണ്? നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടും സംശയത്തിന്റെ ആനുകൂല്യമൊക്കെ നൽകി, അല്ലെ പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടും. പിടികിട്ടിയോ? ഇത് ഞാൻ പറയാനുള്ള കാരണം മുന്നോട്ട് വരാൻ പറയാം. തടഞ്ഞു നിർത്താൻ കൈകൾ പൊക്കിയ ഒരേ ഒരു പ്രസ്ഥാനമാണ് റോട്ടറി. നിങ്ങളിവിടെ ചിരിക്കുന്നുണ്ട്, പലപ്പോഴും ചിരിക്കുന്നത് ഒരു പക്ഷേ റോട്ടറിയുടെ സഹായത്താണോ അല്ല റോട്ടറിയുടെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഇപ്പൊ പോളിയോ എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഇല്ലാതായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗത്തോട് പ്രവർത്തിച്ചത് റോട്ടറി എന്ന വലിയൊരു പ്രസ്ഥാനമാണ്. അതിന്റെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.